ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സൺഡേ ഈവനിങ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ നേരെ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങി. നേരെ വിടാൻ ഉദ്ദേശിക്കുന്നത് ബത്തേരി വടക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വടക്കനാട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയ സ്ഥലമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും റിലാക്സ്ഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ബൈക്ക് എടുത്ത് പോകുന്നൊരു സ്ഥലമാണ് വടക്കനാട്. വടക്കനാടൊരു ഗ്രാമപ്രദേശമാണ്. ഒരു കൃഷിഭൂമിയും അങ്ങനെ എന്താ പറയുക അധികം ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് ഉള്ളോട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലം. ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെയും കാണാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് വടക്കനാട്. അപ്പം വണ്ടി എടുത്ത് നേരെ വടക്കനാടേക്ക് വെച്ചു പിടിച്ച്. അത്യാവശ്യം വെയിലുണ്ട്. പക്ഷെ എന്നാലും കഴിഞ്ഞ ദിവസത്തെ മഴ കാരണം ചൂടിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നും ഈവനിങ് ആകുമ്പോഴേക്കും മഴ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യം വിങ്ങലും ചൂടൊക്കെ ഉണ്ട്. കാരണം മഴ വരാനൊരു ചാൻസും ഉണ്ട്. അങ്ങനെ നേരെ ടൗണിലേക്ക് ഹൈവേയിലേക്ക് കയറി. അത്യാവശ്യം നല്ല ട്രാഫിക് ജാമുള്ള സമയമാണ്. ഈവനിങ് ആകുമ്പോഴേക്കും കൂടും. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഒരു 3:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ബൈക്ക് എടുത്ത് ഇറങ്ങി. ബത്തേരി ഇപ്പം ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. എല്ലാ ജനങ്ങളും ബത്തേരി ക്രോസ് ചെയ്തിട്ടാണ് പല സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ഒരു സിറ്റി സെൻറ്റർ പോലെ വയനാട്ടിലെ മെയിൻ ഒരു സിറ്റി സെൻറ്റർ തന്നെയാണ് സുൽത്താൻ ബത്തേരി. ഒരുവിധം ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം വരുന്നൊരു ടൗണാണ് ബത്തേരി. അതിൻ്റെ തിരക്ക് അത്യാവശ്യം കാണാനും ഉണ്ടാവും. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഇന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. ആദ്യമൊക്കെ ഹിമാലയൻ്റെ അടുത്ത് ഇതേപോലെ ടൗണിലൂടെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം വണ്ടി കയ്യിൽ നിൽക്കില്ലേ എന്നൊരു ഭയം എപ്പോഴും ഉണ്ടാകും. ഇതിൻ്റെ വെയിറ്റും അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കാല് കുത്താതെ ചെരിയോ എന്നൊക്കെ പറഞ്ഞ പല പേടികളുണ്ടായിരുന്നു. പക്ഷേ ഒരു കുറച്ച് ദിവസം ഇപ്പോൾ 2000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ ടൗണിൽ കൂടി പോകുമ്പോൾ വളരെ നിഷ്പ്രയാസം നമുക്ക് എല്ലാം ട്രാഫിക്കിലൂടെയും ചാടിച്ച് പോകാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ച മെറ്റിയോറും ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു ഇതായിരുന്നു. ഏറ്റവും സുഖമായിട്ട് മെറ്റിയോർ കൊണ്ടാണ് ഏറ്റവും സുഖമായിട്ട് എനിക്ക് ടൗണിലൂടെ കട്ട് ചെയ്ത് പോകാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പം വന്ന് അതിനെക്കാട്ടും സുഖമായിട്ട് ഏകദേശം എന്താ പറയുക മെറ്റിയോർ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കംഫർട്ടബിളായിട്ട് നമുക്ക് ഹിമാലയൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് പോകാൻ പറ്റും. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ തന്നെയാണ്. നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ടോർക്കും ഉണ്ട്. ആ ഒരു പവറുള്ള കാരണം ഒന്ന് കയ്യങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ആ ഗ്യാപ്പിലൂടെ നമുക്ക് വിചാരിച്ച രീതിയിൽ കയറാൻ പറ്റും. വണ്ടിക്ക് ലോ ഓൺ ടോർക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും അത്യാവശ്യം നല്ല ടോർക്കി എഞ്ചിനാണ്. നല്ല രീതിയിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോകും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ബുദ്ധിമുട്ട് ഫസ്റ്റ് വണ്ടി എടുക്കുന്നവർക്ക് എന്തായാലും അതൊരു ഫീൽ ചെയ്യും, ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഇതെന്താ അതിങ്ങനെ എന്താ പറയുക വെയിറ്റുള്ള കാരണം കട്ട് ചെയ്ത് പോകാൻ പറ്റൂലേ. അപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു സിറ്റി ബൈക്കല്ല, ടൂറിങ് ബൈക്കാണ്, അഡ്വഞ്ചർ ബൈക്കാണ്. പക്ഷേ നമ്മൾ 2 ദിവസം സിറ്റിയിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സിറ്റി ബൈക്കാണോ അഡ്വഞ്ചർ ബൈക്കാണോ നമുക്കൊരു ഡിഫറൻസും തോന്നുന്നില്ല. അത്ര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ടൗണിലൂടെ പോകുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറുകളിൽ സ്വിച്ച് ചെയ്യേണ്ടി വരും ഗിയറുകൾ ഓരോ സാഹചര്യം അനുസരിച്ച്. പക്ഷേ അതൊന്നൊരു വിഷയമല്ല. വണ്ടിക്ക് പവർ അത്ര ഇമ്മൻസ് പവറുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അത് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലൂടെ ഇങ്ങനത്തെ ട്രാഫിക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റൈറ്റ് സൈഡിലൂടെ കട്ട് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനത്തെ ട്രാഫിക് ജാമിൽ അല്ലാതെ ഒരു രക്ഷയുണ്ടാവില്ല ബൈക്കേഴ്സിന്. വെയിലത്ത് നമ്മൾ നിന്നും അല്ലെങ്കിൽ പൊരിഞ്ഞു പോകും. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഹിമാലയൻ കൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ കയറി പോകാൻ പറ്റും. ഇതാണ് സുൽത്താൻ ബത്തേരി ടൗൺ. ബത്തേരി ടൗൺ കഴിഞ്ഞ് നമ്മൾ നേരെ പുൽപ്പള്ളി റോഡിൽ കയറി. പുൽപ്പള്ളി റോഡിലാണ് അത്യാവശ്യം നമ്മുടെ ഫോറസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു റൗണ്ട് അടിച്ച് നേരെ നമ്മൾ പോകുന്നതാണ് വടക്കനാട്. ബത്തേരിയിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് വരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പം കയറുന്നത്. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത്. അതായത് ഊട്ടി റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷനുമാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നല്ല ഹോട്ടൽസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ വളരെ എപ്പോഴും ഒരു ട്രാഫിക് ജാമുള്ളൊരു സ്ഥലമാണ്. ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വണ്ടികൾ ട്രാഫിക് ഇല്ല. സത്യം പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പം തന്നെ ഇത്രയും വണ്ടികളുണ്ടാവും. ട്രാഫിക് ജാം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും അപ്പുറത്തു നിന്നും ഊട്ടിയിൽ നിന്ന് വരുന്നൊരു വണ്ടി ഉണ്ടാവും, ഇപ്പുറത്ത് നിന്ന് പോകുന്ന വണ്ടി ഉണ്ടാവും, ബാംഗ്ലൂർ സൈഡിലേക്ക് പോകുന്ന വണ്ടികളുണ്ടാവും. എല്ലാ വണ്ടികളും നല്ല ട്രാഫിക് ജാം ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത രീതിയിലേക്കും ട്രാഫിക് ഉണ്ടാവുക. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ല. ഈ ടൈം ആകുമ്പോഴേക്കും തിരിച്ച് റിട്ടേൺ വരുമ്പോഴേക്കും കുറച്ച് നേരത്തെ ഇറങ്ങണം, ഇല്ലെങ്കിൽ പിന്നെ ട്രാഫിക്കിൽ പെട്ടു.
അവിടെ പോവാ. ഈ എന്താ അവിടെ പോയിന്നാ? അതെ, നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോയാലോ? ആ ആ, എന്നാ പോവാ. ആ ഓക്കെ, എഞ്ചിന് പോയി മേടിക്കാം. ഓക്കെ, എന്നാ വിടാ. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ പുൽപ്പള്ളി റോഡിൽ കയറി. പുൽപ്പള്ളി റോഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു സൈഡിൽ ഫുള്ള് കാടുമായിരിക്കും, റൈറ്റ് സൈഡിൽ സാധാ ജനവാസ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ടൗണിൻ്റെ ചൂടും പുകയും കാര്യങ്ങളെല്ലാം മാറി വളരെ കാമാൻ ആയിട്ട് അന്തരീക്ഷം തുടങ്ങുന്നൊരു സ്ഥലമാണ് ഈ പുൽപ്പള്ളി റോഡ്. ഒന്നാമത് നല്ല ഫ്രഷ് എയർ കിട്ടും. ഒരു സൈഡ് ഫുൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളൊരു റിലാക്സിങ് റൈഡൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരെ ഈ റോഡിനായിരിക്കും എല്ലാം പ്ലാൻ ചെയ്യും. ഒന്നുമില്ലെങ്കിലും ആദ്യം ഈ റോഡിന് പോയിട്ട് ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ച് വന്നിട്ട് ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കറങ്ങാൻ പോവുക. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെയാണ്. ടൗണിൽ നിന്ന് ഉള്ള പുകയും പൊടിയും കാര്യങ്ങളെല്ലാം മാറി ഒന്ന് ഫ്രഷ് എയർ കൊണ്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ റോഡിലാണെങ്കിലും പ്രത്യേകിച്ച് വാഹനങ്ങളും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കാമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നൊരു റോഡാണ് ഈ പുൽപ്പള്ളി റോഡ്. പിന്നെ ഈ റോഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് വടക്കനാടേക്ക് കട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ വടക്കനാടേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് പോവും, ചെതലയം എന്ന് പറഞ്ഞ സ്ഥലം വരെ പോവും. ഈ ചെതലയത്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കടുവ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥലങ്ങളാണത്. എന്നാലും നമുക്ക് ഈ ടൈമൊക്കെ വളരെ സേഫായിട്ട് പോകാൻ പറ്റുന്നൊരു സമയമാണ്. അതിലൂടെ പോയി കറങ്ങി നേരെ നമുക്ക് വടക്കനാടേക്ക് കയറാം. ജസ്റ്റ് വടക്കനാടിൻ്റെ മെയിൻ റോഡിലേക്ക് കയറി. ഈ കാണുന്നതാണ് വടക്കനാട്. ഫുൾ നെൽപ്പാടങ്ങളും കൃഷിഭൂമിയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ്. അതേസമയം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വെയിലുമായിരിക്കും. അപ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ വരികയാണെങ്കിലും നല്ല അടിപൊളി കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ്. വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി വിത്ത് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് കുട്ടിക്ക് കുറേ ഓടി നടക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ബത്തേരി ടൗണിൽ നിന്ന് മാറി കുറച്ച് ദൂരം ഒരു 2-2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ തന്നെ നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് എത്തും. അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് വടക്കനാട്. പക്ഷേ വളരെ വൈകിട്ട് കയറി കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ പോകുന്ന വഴികളിലൊക്കെ ആനകൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുമ്പ് എപ്പോഴും ഇവിടെ ആന ഇറങ്ങുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അധികം ഈവനിങ് ആവാതെ ഒരു 5:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് റിട്ടേൺ പോകണം. 6 മണി കഴിഞ്ഞാൽ എന്തായാലും ഈ പോകുന്ന വയലിൽ അവിടെ ഇവിടെ ആന നിൽക്കുന്നത് കാണാം. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതുകൊണ്ടാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.